കോഴിക്കോട് കല്ലാച്ചിയിൽ അൽഫാമിൽ നിന്ന് പുഴുവിനെ കണ്ടെത്തി എന്നുള്ളതാണ്. TK കേറ്ററിംഗ് ആൻഡ് ഹോട്ടൽ യൂണിറ്റിൽ നിന്നും വാങ്ങിയ ചിക്കനിൽ നിന്നാണ് പുഴുക്കളെ കണ്ടെത്തിയത്. ആരോഗ്യവകുപ്പ് നടത്തിയ പരിശോധനയിൽ സ്ഥാപനത്തിൽ നിന്നും പഴകിയ ഭക്ഷണവും കണ്ടെടുത്തിട്ടുണ്ട്. വിവരങ്ങളുമായി രാഹുൽ സുരേഷ് ഉണ്ട് കോഴിക്കോട് നിന്ന്. രാഹുൽ, ഈ ഒരു ഹോട്ടലിനെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? എന്താണ് ആരോഗ്യവകുപ്പ് പറയുന്നത്? വിശദാംശങ്ങൾ. മേഘന, കോഴിക്കോട് കല്ലാച്ചിയിൽ പ്രവർത്തിക്കുന്ന TK കേറ്ററിംഗ് ആൻഡ് ഹോട്ടൽ സ്ഥാപനത്തിൽ നിന്നുമാണ് കല്ലാച്ചി സ്വദേശി ഇന്നലെ രാത്രിയോടുകൂടി അൽഫാം വാങ്ങുന്നത്. വീട്ടിലെത്തി ഈ അൽഫാം ഏതാണ്ട് പകുതിയോളം കഴിച്ചപ്പോഴാണ് അൽഫാമിൽ നിന്നും ചെറിയ 10ഓളം പുഴുക്കളെ കാണുന്നത്. ഇദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി. തുടർന്ന് അവിടുത്തെ നാദാപുരത്തെ ആശുപത്രിയിൽ ഇയാൾ ചികിത്സ തേടുകയും ചെയ്തിരുന്നു. പിന്നീട് ഈ സംഭവം ഹോട്ടലിൽ അറിയിക്കാതെ തന്നെ നേരിട്ട് ആരോഗ്യ വകുപ്പിനെ വിവരം അറിയിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ ആരോഗ്യ വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് ഹോട്ടലിനുള്ളിൽ നിന്നും പഴകിയ ഭക്ഷണം ഉൾപ്പെടെ പിടിച്ചെടുത്തിട്ടുള്ളത്. തുടർന്നാണ് ഈ ഹോട്ടൽ പൂട്ടിക്കാൻ തീരുമാനമായിട്ടുള്ളത്. അതുമാത്രമല്ല, പിഴയടയ്ക്കാനും ഹോട്ടൽ അധികൃതർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹോട്ടൽ സാധാരണ നിലയിൽ ആക്കണം, അതുമാത്രമല്ല പിഴയടക്കണം ഉൾപ്പെടെയുള്ള നിബന്ധനകൾ ഹോട്ടൽ ജീവനക്കാരെ അറിയിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും ആരോഗ്യവകുപ്പിൻ്റെ ഒരു പരിശോധനയെ തുടർന്നാണ് ഹോട്ടൽ അടപ്പിച്ചിട്ടുള്ളത്. ഇന്നലെ രാത്രിയിലാണ് ഈ അൽഫാം വാങ്ങുകയും അതിനുള്ളിൽ നിന്നും പുഴുക്കളെ കണ്ടെത്തുകയും ചെയ്തത്. മേഘന. ശരി, രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ഈ ഹോട്ടലുകളിൽ നിരന്തരം പരിശോധനയൊക്കെ ഒരിടയ്ക്ക് ഉണ്ടായിരുന്നു, പിന്നീട് അത് ഇല്ലാണ്ടായി. അപ്പോൾ വീണ്ടും ഇങ്ങനെ വാർത്ത വരുന്നു, വീണ്ടും പരിശോധന വീണ്ടും ഇത് തന്നെ. ഷിഗല്ല വന്നിട്ട് ഒരാൾ മരിച്ചതിനെ തുടർന്ന് സ്ഥിരം കർശന പരിശോധനകളായിരുന്നു. എവിടെ പോയി അതൊക്കെ? ആ ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ ഇത്തരം പരിശോധന. കൂടാതെ ഇത്തരത്തിൽ ഭക്ഷണം വിളമ്പുന്നവരൊരു ബാധ്യസ്ഥരാണല്ലേ, അല്ലെങ്കിൽ അവർ അത്തരത്തിൽ നല്ല ഭക്ഷണം കൊടുക്കണമെന്നുള്ളത് അവർക്ക് ബോധമില്ലാത്തത് കൊണ്ടാണല്ലോ ഇങ്ങനെ ഉണ്ടാവുന്നത്. പ്രശ്നം. ഇനി അൽഫാം കഴിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുമോന്നാണ് എൻ്റെ ടെൻഷൻ. അൽഫാം പ്രിയരാണ് നമ്മളെല്ലാവരും.